തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു.ഡി.എഫിലും ഇടതുമുന്നണിയിലും സീറ്റ് വിഭജനത്തെ ചുറ്റിപ്പറ്റി ശക്തമായ സംഘർഷാവസ്ഥ രൂപപ്പെടുകയാണ്. യു.ഡി.എഫിൽ സിറ്റിംഗ് സീറ്റുകൾ പോലും ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തതിനെതിരെ ആന്തരിക അസന്തോഷം വളരുമ്പോൾ ഇടതുമുന്നണിയിൽ സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താനാകുമോ എന്ന ആശങ്കയിലാണ് ചെറുകക്ഷികൾ. പതിവിന് വിപരീതമായി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ ചെറിയ ഘടകകക്ഷികൾക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് പുതിയ വിലയിരുത്തൽ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള മുന്നറിയിപ്പായി തന്നെ കാണപ്പെടുന്നു. മുൻകാലങ്ങളിൽ ഇടതുമുന്നണിയിൽ ഒറ്റ അംഗമുള്ള കക്ഷികൾക്ക് പോലും CPM പരിരക്ഷ നൽകിയിരുന്നുവെങ്കിലും ഈ തവണ അത്ര സൗമനസ്യം കാണിക്കാൻ ഇടയില്ല എന്നാണ് മുന്നണിയിലെ സൂചന. അനവധി ചെറുകക്ഷികൾ ചേർന്ന ഒരു വൻ മുന്നണിയായി മാറിയിരിക്കുന്നതിനാൽ സീറ്റുകൾ വാരിക്കോരി നൽകാൻ കഴിയില്ലെന്ന് CPM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പരമാവധി സീറ്റുകൾ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെ ചെറുകക്ഷികൾക്ക് അനുവദിച്ചിരുന്ന നിരവധി സീറ്റുകൾ CPM തിരിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ 10ഓളം കക്ഷികളാണ് ഉള്ളത്. ഇതിൽ തന്നെ CPM, CPI, കേരള കോൺഗ്രസ് M, ജനതാദൾ S എന്നീ 4 പ്രധാന കക്ഷികളെ ഒഴിച്ചാൽ ബാക്കി പാർട്ടികൾക്ക് 1-2 സീറ്റുകൾ മാത്രമാണ് നിയമസഭയിൽ ഉള്ളത്. പല പ്രദേശങ്ങളിലും ഇവരുടെ സ്ഥാനാർത്ഥികൾ CPMന്റെ വോട്ടുകളിലാണ് വിജയിക്കുന്നത്. ഇതുമൂലം CPM പ്രവർത്തകരിൽ അസന്തോഷം ഉണ്ടാകാറുമുണ്ട്. ചെറുകക്ഷികളുടെ സ്ഥാനാർത്ഥിത്വം ചില പ്രദേശങ്ങളിൽ വോട്ടർമാരെ നിരുത്സാഹപ്പെടുത്തുന്നതായും പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാതല സീറ്റ് ചർച്ചകളിൽ CPM കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ RJD, കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് S, ജനാധിപത്യ കേരള കോൺഗ്രസ്, കോവൂർ കുഞ്ഞുമോന്റെ RSP, NCP തുടങ്ങിയ കക്ഷികൾക്കെതിരെ കഠിനമായ നിലപാടാണ് CPM ജില്ലാ കമ്മിറ്റികൾ സ്വീകരിക്കുന്നത്. ഇത്തവണ ശശീന്ദ്രന്റെ പാർട്ടിക്ക് സീറ്റുകൾ വലിയ കാര്യമായിട്ടെന്നല്ല ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. മറിച്ച് CPI, കേരള കോൺഗ്രസ് M, ജനതാദൾ S, കേരള കോൺഗ്രസ് B എന്നീ കക്ഷികൾക്ക് മാത്രമേ അർഹമായ പരിഗണന ലഭിക്കൂ. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന്റെ NSSുമായുള്ള ബന്ധവും കൊല്ലം ജില്ലയിലുള്ള സ്വാധീനവും കണക്കിലെടുത്ത് കേരള കോൺഗ്രസ് Bയുടെ സീറ്റുകളിൽ വലിയ മാറ്റമുണ്ടാകില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. സാധാരണയായി തദ്ദേശതല സീറ്റ് ചർച്ചകൾ ജില്ലാതല കമ്മിറ്റികളാണ് നടത്തുന്നത്. കാര്യങ്ങൾ തീർക്കാനാകാതെ വന്നാൽ മാത്രമേ സംസ്ഥാന നേതൃത്വം ഇടപെടാറുള്ളൂ. ഇത്തവണ ജില്ലാ കമ്മിറ്റികൾക്ക് കടുത്ത നിലപാട് സ്വീകരിക്കാനുള്ള അനുമതി CPM സംസ്ഥാന സമിതി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ച ശേഷം മുതൽ തന്നെ ഘടകകക്ഷികളുടെ അമിത ബാഹുല്യം ഇടതുമുന്നണിക്ക് തലവേദനയായിട്ടുണ്ട്. അതിനാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സമാന സ്വഭാവമുള്ള ഏകാംഗ കക്ഷികൾ തമ്മിൽ ലയിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. RJDയും JDSും തമ്മിൽ നടന്ന ലയന ചർച്ചകൾ ദേവഗൌഡയുടെ BJP ബന്ധം ചൂണ്ടിക്കാട്ടി തകർന്നോടെയാണ് അത് അവസാനിച്ചത്. അതുപോലെ തന്നെ 2 ഏകാംഗ കേരള കോൺഗ്രസുകളെയും മാണി ഗ്രൂപ്പുമായി ലയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തീരുമാനമായിട്ടില്ല. ഇത് CPM വിലയിരുത്തൽ അനുസരിച്ച് തദ്ദേശ തലത്തിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കേണ്ടി വരും. കേരള കോൺഗ്രസ് M മുന്നണിയിൽ ചേർന്നതിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമായത്. അതുപോലെ തന്നെ MP വീരേന്ദ്രകുമാർ മടങ്ങിയെത്തിയതും CPMന് ബാധ്യതയായി. അവർക്ക് അനുവദിച്ച സിറ്റിംഗ് സീറ്റുകൾ പോലും പരാജയപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും കാണിക്കാനില്ല എന്നാണ് CPMന്റെ നിലപാട്. ഈ കടുത്ത സമീപനം ചെറുകക്ഷികളിൽ ആശങ്കയും അസ്വസ്ഥതയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് വിട്ടതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നില തളർന്നെങ്കിലും ആന്റണി രാജുവിനെ മുന്നണിയിൽ നിലനിർത്താൻ CPM താല്പര്യമില്ല. അദ്ദേഹത്തിനെതിരെ തുടരുന്ന തൊണ്ടിമുതൽ തിരിമറി കേസിന്റെ വിധി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരാനുള്ള സാധ്യതയും CPM കണക്കിലെടുക്കുകയാണ്. അതേസമയം ഇടതുമുന്നണിയിൽ സീറ്റുകൾ പിടിച്ചെടുക്കൽ പ്രശ്നമാകുമ്പോൾ UDFിൽ അതിന്റെ വിരുദ്ധമാണ് സ്ഥിതി. ഘടകകക്ഷികൾക്ക് സിറ്റിംഗ് സീറ്റുകൾ പോലും നൽകിയതിനാണ് കോൺഗ്രസിനുള്ളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനമായും തർക്കമുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില സിറ്റിംഗ് സീറ്റുകൾ RSPക്കും CMPക്കും നൽകിയെന്ന ആരോപണം ഉയർന്നിരിക്കുമ്പോൾ കോഴിക്കോട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ CMPക്ക് നൽകിയെന്നാണ് മറ്റൊരു ആരോപണം. ഇതുമൂലം പാർട്ടിക്കുള്ളിൽ അസന്തോഷമുണ്ടായിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ചുരുക്കത്തിൽ തദ്ദേശ തലത്തിൽ തുടങ്ങിയ സീറ്റ് നീക്കങ്ങൾ തന്നെ ഇരു വിഭാഗങ്ങളുടെയും ഭാവിയിലെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള സൂചനകളായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ NCP, അജിത് പവാർ വിഭാഗത്തിന്റെ അടക്കമുള്ള ആളുകളെ തങ്ങളോടൊപ്പം ചേർക്കണമെന്ന ആവശ്യവും ശക്തമായി കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. UDFിൽ ഇവർ ചേരുന്നതോടുകൂടെ വലിയ തോതിലുള്ള ഒരു ശക്തി കേന്ദ്രമായി മാറും എന്നുള്ള സ്ഥിതിയും നിലവിൽ വന്നിട്ടുണ്ട്. NCPയുടെ ഇപ്പോഴത്തെ ശക്തി പ്രകാരം ഏകദേശം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 10ഓളം മണ്ഡലങ്ങളിലാണ് ഇവർ മത്സരിക്കുക.
നിലവിൽ NCP മത്സരിച്ചുകൊണ്ടിരിക്കുന്ന എലത്തൂർ അടക്കമുള്ള സീറ്റുകൾക്ക് പുറമെ കളമശ്ശേരിയിലെല്ലാം ശക്തമായ പോരാട്ടം NCP നടത്തുമെന്നുള്ള സ്ഥിതി കൂടി വന്നതോടെയാണ് ഏത് തരത്തിലെങ്കിലും UDFന്റെ ഭാഗമാക്കിയ മതിയാകൂ NCP എന്നുള്ള പുതിയ നിലപാടുകളും ചർച്ചകളും രാഷ്ട്രീയ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത്.